ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അബി ആൻഡ് യു ആർ വാച്ചിങ് അബി ഗെയിമിംഗ്. സോ നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ നാലാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. നാലാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. സോ നമ്മളിന്ന് നമ്മുടെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ പോണെയാണ് നമ്മുടെ വീടിൻ്റെ. സോ പുറത്ത് ഭയങ്കര മഴയാണ് ഗൈസ്, ഭയങ്കര മഴ. എന്താ മഴ. സോ മഴ ചെയ്താണ് ഞാൻ വീട്ടിനകത്താണ് നിൽക്കുന്നത്. അപ്പം ഇന്ന് നമുക്കൊരു പ്ലാനിങ് ഉണ്ട്. സോ നമുക്കൊന്ന് പൊക്കത്തേക്ക് പോവാം നമ്മുടെ ഈ വീടിൻ്റെ. പിന്നെ ഞാൻ ഇവിടെ ഇന്നലെ ടോർച്ച് വെക്കാൻ മറന്നുപോയി. ഇന്നിവിടെ ഓക്കെ ഗൈസ്, നമ്മൾ ടോർച്ചൊക്കെ വെച്ചു, പെർഫെക്റ്റ് ആക്കി. സോ നമ്മുടെ പ്ലാനിങ്സ് എന്തൊക്കെയാണ് വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസ് വേണം. കാരണം വിൻഡോസ് ഇല്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ തീരുമാനിച്ചു. ഞാൻ താഴത്തെ ബെഡ് എടുത്ത് പൊക്കത്ത് വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ മൈൻക്രാഫ്റ്റിലോട്ട് കയറിയപ്പോൾ തന്നെ തീരുമാനിച്ച സംഭവമാണ്. കാരണം താഴെ നമുക്ക് സ്റ്റോറേജ് വെക്കണം. അതൊക്കെ വെക്കുമ്പോഴേക്കും സ്ഥലം ഫില്ലാവും. സോ ഭയങ്കര ബോറായിരിക്കും ഗൈസ്. ഓക്കെ, കിടക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ സംശയമുള്ളത്. കാരണം ഇവിടെ 2 ബ്ലോക്ക് ഗ്യാപ്പേ ഉള്ളൂ. വേണ്ടല്ലേ, വെറുതെ റിസ്ക് എടുക്കണ്ട. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. ഓക്കെ ഗൈസ്, രാത്രി ആവാത്തെന്താണ്? മഴ ഒന്ന് സ്കിപ്പ് ചെയ്യാനാണ്. രാത്രി മാത്രം ആവുന്നില്ല. പുറത്ത് ഭയങ്കര മഴയാണെന്ന് എനിക്ക് കാണാം. ഗൈസ്, രാത്രി ആയതാണ്. ഓക്കെ, ഉറങ്ങാം. ഓക്കെ, ഇപ്പം തന്നെ മഴ മാറിയില്ലേ? മാറി ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് പണികൾ തുടങ്ങാം ഗൈസ്. ഓക്കെ, സോ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ വിൻഡോ വെക്കണം. താഴെ നമുക്ക് കൊബിൾ സ്റ്റോൺ ആക്കണം. ഓക്കെ, അതിനായിട്ട് സാൻഡ് വേണം. സാൻഡ് ഇവിടെ എവിടെയാണ് ഉള്ളതെന്ന് നോക്കണം. ഞാൻ ഇവിടെ ഒന്നും സാൻഡ് കണ്ടിട്ടില്ല ഇതിലായിട്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഡേർട്ട് ഹൗസ് ഒന്ന് പൊളിച്ചു കളയണം. ഇത്രയൊക്കെ തന്നെ. പിന്നെ ഇവിടെ ഒരു 2 ചെസ്റ്റ് വെക്കണം. അത്രയൊക്കെ പരിപാടിയേ ഉള്ളൂ ഇന്ന്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഉണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ തറയിടൽ തുടങ്ങാം. സോ ഞാൻ ഈ ഡോറൊക്കെ പൊളിക്കേണ്ടി വരും. നോ പ്രോബ്ലം. ഓക്കെ, ഇവിടെ മൊത്തം ഇല്ല. ഓക്കെ, ഇവിടെ മൊത്തം നമുക്ക് ഓക്കെ ഗൈസ്, ബെഡൊക്കെ എയറിലാണ് ഈസ് കിട്ടുന്നത്. സോ നമുക്കിനി ഇവിടെ പൊട്ടിച്ചില്ല. നമ്മുടെ ഈ ഡോറിൻ്റെ ഇവിടെ പൊട്ടിച്ചിട്ടില്ല. ഇവിടെയും കൂടെ ഒന്ന് പൊട്ടിക്കാം. ഓക്കെ, എന്നാൽ 2 ബ്ലോക്ക് ആയിരിക്കട്ടെ, നല്ലൊരു ഡിസൈനായിട്ടിരിക്കും. സോ നമുക്കിനി പൊട്ടിക്കാനല്ല, വെക്കാം. ഓക്കെ, മാറിപ്പോയി വെച്ചത്. ഓക്കെ, ഞാൻ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഗൈസ്. ഓക്കെ, സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാത്തത്. സോ ഗൈസ്, ഓക്കെ, എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഇപ്പോൾ വരാവേ. ഓക്കെ ഗായ്സ്, ഞാൻ വന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ സ്റ്റോൺ തറ മൊത്തം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയി സാൻഡ് പറക്കണം. ഇവിടെ എവിടെ സാൻഡ് ഉള്ളത് അതൊന്ന് നോക്കണമല്ലോ. ഇവിടെ ഒന്നുമില്ല. പൊക്കത്തേക്ക് കയറട്ടെ. ഓക്കെ, ഇവിടെ എവിടെയായിട്ടാണ് സ്റ്റാൻഡ് കിട്ടുക? ഇവിടെ ഒരു വെട്ടക്കറവുണ്ട്, അടിക്കട്ടെ. നമ്മളിപ്പോഴും നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിലോ സെക്കൻഡ് എപ്പിസോഡിലോ ക്രിയേറ്റ് ചെയ്ത ടോർച്ചിലാണ്. ഓക്കെ, ഇവിടെ ഒന്നുമില്ല.
ഇവിടെ എവിടെയായിട്ടാണ് സാധനം ഉള്ളത് നോക്കണമല്ലോ. സാധനം എന്തായാലും വേണ്ടി വരും, കാരണം വിൻഡോ വേണം, ഐ മീൻ ഗ്ലാസ്. ഓക്കെ ഓക്കെ സാൻഡ്. ഓക്കെ കടലിനടിയിൽ അതേ ഇരിക്കുന്നു കുറച്ച് സംഭവം. സോ അവിടം വരെ ഒന്ന് പോകാൻ പറ്റത്തില്ല. അവിടം വരെ ഒന്ന് പോവട്ടെ. എന്താ കയറാൻ പറ്റാത്തത്? കയറി. അവിടെയാണ് എൻ്റെ വീട് നിൽക്കുന്നത്. ഞാൻ ഇപ്പോഴാണ് മറ്റേ കാര്യം ആലോചിക്കണേ. നമുക്ക് ഷോ കോർഡിനേറ്റ്സ് ഇട്ട് കളിക്കാമല്ലോ ബെഡ് റോക്കിൽ. പറ്റും ആക്ച്വലി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡ് മുതൽ ഷോ കോർഡിനേറ്റ്സ് ഇട്ട് കളിക്കാം. ഓക്കെ, ഇതേ ഇരിക്കുന്നു സാൻഡ്. ഇവിടെ ഇട്ടല്ലേ വേണ്ട. എനിക്കറിഞ്ഞൂടാ. അവിടെ ഉണ്ട് ഗൈസ്. നമുക്ക് അവിടെ നിന്ന് സാൻഡ് എടുക്കാം. ഓക്കെ പെർഫെക്റ്റ്. ഒരു സാൻഡേ കിട്ടിയുള്ളൂ. ഭയങ്കര മെനക്കേടാണ് ഗൈസ്, എടുക്കാൻ പറ്റുന്നില്ല. വെള്ളത്തിനടിയിൽ നിന്നൊക്കെയാണ് എടുക്കുന്നത്. ഓ മൈ ഗോഡ്, ഡ്രൗൺസ് ഉണ്ട്. പൊക്കത്തേക്കൊന്ന് കയറട്ടെ. എന്നാലും കയറാനും പറ്റുന്നില്ല. എന്തിത്? ഓക്കെ, 7 സാൻഡേ കിട്ടുള്ളൂ. നമുക്ക് വേറൊരു സ്ഥലം നോക്കണം. നമ്മൾ സത്യത്തിൽ ഈ സ്ഥലം ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമുക്കൊന്ന് ചെറുതായിട്ട് എക്സ്പ്ലോറും കൂടെ ചെയ്യാം. ഓക്കെ നൈസ്. ഇവിടെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ രണ്ടാമത്തെ എപ്പിസോഡിൽ കണ്ട റൂയിൻഡ് പോർട്ടൽ എവിടെ? വേർ ഇസ് ദാറ്റ് റൂയിൻഡ് പോർട്ടൽ? കൂടുതൽ ഡിസ്റ്റൻസ് ഒന്നും പോണില്ല ബ്രോ. അതേ നിൽക്കണം കുറേ സ്റ്റാൻഡ്. വെറുതെ നമ്മൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ട്. ഇവിടെ ഉണ്ടായിരുന്നു കുറേ സ്റ്റാൻഡ്. അതേ ഇരിക്കണം കുറേ സ്റ്റാൻഡ്. ഹായ് നൈസ് പ്ലേസ്. വേണമെങ്കിൽ ഇവിടെ വീട് കെട്ടിയാൽ മതി കേട്ടോ. പക്ഷേ നമ്മളാദ്യമേ അതൊന്നും കണ്ടില്ല. പക്ഷേ എന്താണത്? ബഗ് അടിച്ചാന്ന് വിചാരിച്ചു. സോ നമുക്ക് ഇവിടെ തന്നെ കുറച്ച് സാൻഡ് അങ്ങോട്ട് പിറക്കാം. നമുക്ക് ഷവല് പൊട്ടുന്ന വരെ മൈൻഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ പേരിൽ ഇങ്ങോട്ടേക്ക് വരണ്ട. ഓക്കെ ഓക്കെ, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആദ്യമായിട്ടാണ് കാണുന്നില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് തീരെയില്ല സബ്സ്ക്രൈബേഴ്സ്. സോ മതി, 44 സാൻഡായി. നമുക്ക് വേണമെങ്കിൽ ഇവിടെയും വീടൊക്കെ കെട്ടാം കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വേണമെങ്കിൽ പോർട്ടലൊക്കെ വെച്ച് ലിങ്ക് ചെയ്യാം. സോ നമുക്ക് നേരെ പോവാം. ഇനിയും മൈൻക്രാഫ്റ്റിൻ്റെ ബിൽഡിങ് വല്ലതും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതൊക്കെ ഇടുന്നതാണ്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. റെക്കോർഡിംഗ് അല്ലേ? അതെ. ഓക്കെ, നമ്മുടെ വീട് എവിടെ ഇരിക്കുന്നു? അയ്യോ, ബെഡും എടുത്തില്ല. ബെഡ് എടുക്കാനുള്ളതായിരുന്നു. ഇവിടെ എവിടെയോ കണ്ടായിട്ട് തന്നെയാണ് നമ്മുടെ വീട്. അധികം ഡിസ്റ്റൻസ് ഒന്നും ഞാൻ പോയിട്ടില്ല. കാരണം ഇതൊരു ഒറ്റ ഐലൻഡാന്ന് തോന്നുന്നു. കാണാണ്ട് പോയോ? എൻ്റെ അമ്മേ, പോയി കഴിഞ്ഞാൽ നമ്മൾ മൂഞ്ചി. ഓക്കെ, നമ്മളെത്താത്തത് കൊണ്ട് ബൈ 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 വൈ വൈ. അതാണോ കാണുന്നതാണോ? അല്ല. അയ്യോ, ഐ ആം ലോസ്റ്റ്. Oh no, oh no, oh no.
നൈറ്റ് ആവുന്നേ, പെട്ടെന്ന് വീട്ടെവിടെ അതേ ഇരിക്കണം ഗൈസ് നമ്മുടെ വീട്. ഒരു നിമിഷത്തേക്ക് ഭയന്ന് പോയി. നമ്മുടെ വീട് ഇവിടെയുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് സാൻഡ് കുറച്ചെടുത്തിട്ട് സ്മെൽറ്റ് ചെയ്യാനിടാം. എന്നിട്ട് നമുക്ക് പോയി കിടന്നുറങ്ങാം. ഓക്കെ, നൈറ്റ് ആയിട്ടില്ല, ഇപ്പം നൈറ്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് മോർണിംഗ് ആയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പും ഒരു നൈറ്റ് കഴിഞ്ഞു. എത്രാമത്തെ കൊണ്ട് നൈറ്റാണ്. ഓക്കെ, അത് നമുക്ക് കാണിക്കത്തില്ലേ എത്രാമത്തെ ഡേ ആണെന്ന്? അങ്ങനെയൊന്നും കാണിക്കില്ലേ? ഐ ഡോണ്ട് നോ. പിന്നെ ഇനി നമുക്ക് ഈ ഡേർട്ട് ഹൗസ് ഒന്ന് പൊളിച്ചു കളയാം. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കൊക്കെ ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിക്കാക്സ് പൊട്ടി, ഇതൊക്കെ കൈയും വെച്ച് മാക്സിമം മൈൻഡ് ചെയ്യാം. ഓക്കെ, പൊട്ടിയില്ലേ? ഓക്കെ, ഓക്കെ, ഷവലും കൂടെ ഉണ്ടാക്കണം. കുറേ ഡേട്ടായി. കിട്ടിയതും വെച്ച് നമുക്കൊന്ന് ഗ്ലാസ് പെയിൻസ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. തികയുമില്ലെങ്കിൽ തികയുമല്ലോ. അയ്യോ, ഇത് 16 ഉണ്ട്. സോ ഇത് തികയും. നമുക്കതുകൊണ്ട് കുക്ക് ചെയ്യുന്നത് നിർത്താം, സ്മെൽറ്റ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാം കയ്യിലോട്ട് കയറുന്നില്ല. നമുക്കിപ്പോൾ തന്നെ എടുക്കാം. ടീസ്പൂൺ ആവുന്നതിന് മുമ്പ് എടുക്കാം. ഇനി നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മുടെ ഗ്ലാസ് പെയിൻസും കൂടെ വെക്കാം. ഓക്കെ, നമുക്കിനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചെസ്റ്റ് വെച്ച് ഇവിടെ നമുക്ക് പൊക്കത്തേക്ക് ചെസ്റ്റ് വെക്കാം. ഓക്കെ, ഇതെവിടെ ആയിട്ട് വെക്കും? ഇവിടെ വെച്ച് തുറക്കാൻ പറ്റുമോ? തുറക്കാൻ പറ്റും. നമ്മുടെ ചവറുകളും എല്ലാ സാധനങ്ങളും എടുക്കട്ടെ തൽക്കാലത്തേക്ക്. ഒബ്സിഡിയനൊക്കെ ഉണ്ട്, അതൊക്കെ റെയറാണ് എന്നെ സംബന്ധിച്ച്. ലെതറും നിൽക്കട്ടെ, നമുക്കിനി എൻചാൻമെൻറ്റ് ടേബിളൊക്കെ ഉണ്ടാക്കാനുള്ളതാണ്. സോ ഞാൻ പോയി അടിയിൽ നിന്ന് പോയി നമ്മുടെ അവിടെ കിടക്കണ ഫർണസും കൂടെ എടുത്തിട്ട് വരാം. നമുക്കിവിടെ മറ്റേ പ്രഷർ പ്ലേറ്റ് വെക്കാം കേട്ടോ. ആകുമ്പോൾ നമുക്ക് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാമല്ലോ. ഓക്കെ, നമ്മുടെ ഈ വുഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് 3 പ്രഷർ പ്ലേറ്റ് കറക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഉണ്ടാക്കി. സോ നമുക്ക് ഒന്നിവിടെയും ഒന്നിവിടെയും വെക്കാം. ഒന്ന് ഇവിടെ ആയിട്ട് വെക്കാൻ പറ്റുന്നില്ല, പൊളിച്ചിട്ട് വെക്കാൻ പറ്റുമോ? ഓക്കെ, കയറാനും പറ്റുന്നുണ്ട്. സോ നോ പ്രോബ്ലം. ഓക്കെ, ഇനി എന്താ? ഇനി ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ പറഞ്ഞെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് അവിടെ ഇരിക്കട്ടെ. സോ ഇത്രേ ഉള്ളൂ ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫർണസും കൂടെ ഇവിടെ വെക്കാം. ഓക്കെ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്തൊരു മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ ഗൈസ്.